പുഷ്പ ബ്രാൻഡ് തന്നെ. വൈൽഡ് ഫയറായി പുഷ്പ 2 അഡ്വാൻസ് ബുക്കിംഗ്. ടിക്കറ്റ് വില കേട്ടാൽ ബോധം പോകും. പുഷ്പ 2വിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ബോക്സ് ഓഫീസിൽ വൻ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നു. ഇന്ത്യൻ സിനിമ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പുഷ്പ 2. അല്ലു അർജുൻ നായകനായ ചിത്രം തെലുങ്കിലാണ് ഒറിജിനലായി ഇറങ്ങുന്നതെങ്കിലും പാനിന്ത്യൻ പടമായി മാറിക്കഴിഞ്ഞു. പുഷ്പ 2വിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഞായറാഴ്ച വൈകിട്ട് ആരംഭിച്ചതോടെ ബോക്സ് ഓഫീസിൽ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചിത്രം ബുക്ക് മൈ ഷോ പോലുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളിൽ ചിത്രത്തിലെ ഡയലോഗ് പോലെ തന്നെയാണ് പ്രതികരണം സൃഷ്ടിക്കുന്നത്. പുഷ്പ ഫയർ അല്ലടാ, വൈൽഡ് ഫയർ. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം അഡ്വാൻസ് ബുക്കിംഗ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ചരിത്രമാണ് കുറിക്കുന്നത്. ബുക്കിംഗ് തുടങ്ങി വൈകിട്ട് 7 മുതൽ 8 വരെ 23,000-ഓളം ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു. ഡിസംബർ 1 ഞായറാഴ്ച BMSൽ രാവിലെ 6 മുതൽ വൈകിട്ട് വരെ 2.42 ലക്ഷം ടിക്കറ്റുകൾ പുഷ്പ 2വിനായി ബുക്ക് ചെയ്യപ്പെട്ട കഴിഞ്ഞു. ഓരോ മിനിറ്റിലും 383 വരെ ടിക്കറ്റ് വിറ്റുപോയി എന്നതാണ് ഇതിനർത്ഥം. അതായത് ആദ്യ ദിവസം തന്നെ പ്രീസെയിൽ ടിക്കറ്റ് വിൽപ്പനയിൽ ലിയോ മുമ്പ് ആദ്യം 24 മണിക്കൂറിലിട്ട 1.26 ലക്ഷം എന്ന പ്രീ ബുക്കിംഗ് റെക്കോർഡ് പുഷ്പ തകർത്തിരിക്കുകയാണ്. അതേസമയം ആദ്യ 24 മണിക്കൂറിൽ അഡ്വാൻസ് ബുക്കിംഗിൽ കൽക്കി, ജവാൻ എന്നിവർ ഇട്ട റെക്കോർഡ് അല്ലു ചിത്രം മറികടന്നില്ല. എന്നാൽ ഡിസംബർ 5-ന് റിലീസാകുന്ന ചിത്രം അഡ്വാൻസ് ബുക്കിംഗിൽ റെക്കോർഡ് ഇടും എന്നാണ് വിവരം. നിലവിൽ ഏറ്റവും ഉയർന്ന നിരക്കിൽ വിൽക്കുന്ന പുഷ്പ 2വിൻ്റെത് അത് മൈസൺ എക്കണോമിക്സിൽ 2,400 രൂപയാണ് പുഷ്പ 2 ടിക്കറ്റിന്. ജിയോ വേൾഡ് പ്ലാസ, BKC, ഡൽഹി, PVR ഡയറക്ടേഴ്സ് കട്ട്, ആംബിയൻസ് മാൾ എന്നിവിടങ്ങളിലെ ഇതേ നിരക്കാണ്. അതേസമയം ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റ് ചെന്നൈയിലെ AGS സിനിമയിലെ OMRലാണ് 60 രൂപ. ബുക്ക് മൈ ഷോയിൽ 1.2 മില്യൺ ആൾക്കാർ താൽപര്യം പ്രകടിപ്പിച്ച പുഷ്പ 2 സുകുമാറാണ് സംവിധാനം ചെയ്യുന്നത്. 2021 ഇറങ്ങിയ പുഷ്പയുടെ തുടർച്ചയാണ് പടം. അല്ലു അർജുന് പുറമെ ഫഹദ് ഫാസിൽ, രശ്മിക മന്ദാന എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നു. 500 സ്ക്രീനുകളും കടന്ന് കേരളത്തിൽ പുഷ്പ 2 തേരോട്ടം. ഡിസംബർ 5-ന് തിയേറ്ററുകളിൽ. കേരളത്തിൽ പുഷ്പ 2 റിലീസിന് മുമ്പ് തന്നെ ചരിത്രം സൃഷ്ടിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ 500 സ്ക്രീനുകളും കടന്ന് കേരളത്തിൽ പുഷ്പ 2 തേരോട്ടം തുടങ്ങിയിരിക്കുകയാണ്. അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾക്കകം 2 കോടിയിലേറെ പ്രീ സെയിൽ സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് ഈ നേട്ടം. തെലുങ്കിലെ ഒരു താരത്തിനും ലഭിക്കാത്ത ഗംഭീര ഓപ്പണിംഗ് ആണ് അല്ലു അർജുന് കേരളത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ വർഷം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായ പുഷ്പ 2 ദ റൂൾ ഡിസംബർ 5-നാണ് ലോകം മുഴുവനുള്ള തിയേറ്ററുകളിൽ 12,000 സ്ക്രീനുകളിൽ എത്താനൊരുങ്ങുന്നത്. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന്റെ അഡ്വാൻസ്ഡ് ടിക്കറ്റ് ബുക്കിംഗിന് ഇതിനകം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പുഷ്പ 2 ദ റൂൾ ഓരോ അപ്ഡേറ്റുകളും സിനിമാ പ്രേമികൾ ആഘോഷപൂർവ്വമാണ് ഏറ്റെടുക്കുന്നത്. അടുത്തിടെ പുറത്തിറങ്ങിയ സിനിമയുടെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു. പുഷ്പ വൈൽഡ് ഫയർ ആണെന്ന മുന്നറിയിപ്പുമായാണ് ട്രെയിലർ എത്തിയിരുന്നത്. അതിനു പിന്നാലെ ക്രിസ്റ്റിക് പാട്ടെത്തിയിരുന്നു. അതിനുശേഷം കിസ്സിക് പാട്ടും ഏവരുടെയും പ്രിയം നേടി. ഒടുവിൽ ഫീലിംഗ് സോങ് സിനിമാ പ്രേമികളെ ആവേശം കൊള്ളിക്കാനായി എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്. ഈ വർഷം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പുഷ്പ 2 എത്താൻ ഇനി ഏതാനും ദിനങ്ങൾ മാത്രമാണുള്ളത്. തിയേറ്ററുകൾ തോറും ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഗംഭീരമായ റിലീസിംഗ് മാമാങ്കത്തിനാണ് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിംഗ്സും പദ്ധതിയിടുന്നത്. പുഷ്പയുടെ 2ാം ഭാഗം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് E4 എന്റർടൈൻമെന്റ്സ് ആണ്. ലോകമാകെ ഏറ്റെടുത്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ പുഷ്പ ദി റൈസിന്റെ 2ാം ഭാഗമായെത്തുന്ന പുഷ്പ ദി റൂൾ ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായി മാറുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത്. ചിത്രം ഇതിനകം 1000 കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് നേടിക്കഴിഞ്ഞു എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. റോക്ക് സ്റ്റാർ ദേവി ശ്രീ പ്രസാദിന്റെ സംഗീതവും അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളും തികച്ചും പുതിയൊരു കാഴ്ച വിപ്ലവം തന്നെ തീർക്കുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത്. സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ദി റൈസ് ആദ്യ ഭാഗം 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും 7 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു. പുഷ്പ ദി റൂൾ ഇതിന്റെ തുടർച്ചയായി എത്തുമ്പോൾ സകല റെക്കോർഡുകളും കടപുഴകുമെന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ.
ചിത്രത്തിൽ അല്ലു അർജുന് പുറമെ രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ, സുനിൽ, ജഗപതി ബാബു, പ്രകാശ് രാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായി ഉള്ളത്. രണ്ടാം ഭാഗത്തിൽ എന്തൊക്കെ ട്വിസ്റ്റും ടേണും സംഭവിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.